ബി.ജെ.പിയെ എല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ന് ബി.ജെ.പിയാണ്. മുമ്പ് അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. പക്ഷേ ഇന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബി.ജെ.പി വളർന്നിരിക്കുന്നു. ബി.ജെ.പിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അനുഭാവികളായിട്ടുള്ളവരും ബി.ജെ.പിക്കാരായിട്ടുള്ളവരും അല്ലാത്തവരും. ബി.ജെ.പിയെ എതിർക്കുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര്, ഇസ്ലാമിക തീവ്രവാദികള്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ബി.ജെ.പിയെ എതിർക്കുന്നവര്. എന്നാൽ ബി.ജെ.പിയെ എതിർക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേർക്കും ബി.ജെ.പിയെ അനുകൂലിക്കുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും അറിയാമോ എന്ന് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം? രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസം നമ്മൾ കേട്ടിട്ടുണ്ട്, സോഷ്യലിസം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ കേരളത്തിലും ഇന്ത്യയിലും വളരെ പരിചിതവുമാണ്, ലോകമെമ്പാടും അറിയപ്പെടുന്നതുമാണ്. എന്നാൽ ബി.ജെ.പി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സ്വന്തമായ ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നിട്ടാണ് ഇന്ന് ഈ അധികാരത്തിലെത്തിയത് എന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം? ആരാണ് അത് രൂപപ്പെടുത്തിയത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. 1951 ഇന്നത്തെ ബി.ജെ.പിയുടെ ആദ്യത്തെ രൂപമായിരുന്ന ഭാരതീയ ജനസംഘം രൂപീകരിക്കപ്പെടുന്നത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന ഒരു മഹാമനീഷി, മഹാപണ്ഡിതൻ, അതോടൊപ്പം ആക്ടിവിസ്റ്റ് ആയിരുന്ന വ്യക്തിയാണ് ജനസംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റും സ്ഥാപകനും എന്ന് പറയാം. അന്ന് അദ്ദേഹത്തോടൊപ്പം ജനസംഘത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ. ആ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജനസംഘത്തിന്റെ, ഭാരതീയ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 1951 മുതൽ 1967 വരെ പ്രവർത്തിച്ചു. 1967 കോഴിക്കോട് നടന്ന ഭാരതീയ ജനസംഘത്തിന്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജനസംഘത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നതിനിടെ തൊട്ടു പിറ്റേ വർഷം 68 ഫെബ്രുവരി മാസം 11 ബീഹാറിലെ മുഗൾ സരായി റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അതാരാണ് എന്ന്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന നെഹ്റുവിനോ പിന്നീട് പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ അരനൂറ്റാണ്ടിലേറെ ഭരിച്ച കോൺഗ്രസിന് അത് തെളിയിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുകയും ഇല്ലല്ലോ. എന്തായാലും ആ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഏകാത്മ മാനവ ദർശനം എന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഭാരതത്തിന് ഭാരതീയ ജനസംഘത്തിലൂടെ സമ്മാനിക്കുകയുണ്ടായി. എന്താണ് ഈ ഏകാത്മ മാനവ ദർശനം? എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അറിയാം. ലോകത്ത് 2 വിഭാഗങ്ങളാണ് ഉള്ളത് എന്ന് കമ്മ്യൂണിസം പറയുന്നു: തൊഴിലാളിയും മുതലാളിയും. ഈ തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിൽ നിരന്തരം സംഘർഷത്തിലാണ്. ആ സംഘർഷത്തിലൂടെ ഈ 2 വർഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അവസാനം വർഗമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാവും. അവിടെ ഗവൺമെന്റ് കൊഴിഞ്ഞു പോകും, കോടതി കൊഴിഞ്ഞു പോകും, പിന്നെ സമത്വസുന്ദരമായ സ്വർഗം വരും. ഇതാണ് കമ്മ്യൂണിസം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ദർശനം. അതിനെ ദർശനം എന്ന് വിളിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവരതിനെ ഇസം എന്നാണ് വിളിക്കുക. കമ്മ്യൂണിസം. സോഷ്യലിസം മറ്റൊന്നാണ്. കമ്മ്യൂണിസത്തിന്റെ കുറെ കൂടെ പരിഷ്കൃത രൂപം എന്ന നിലയിൽ സോവിയറ്റ് യൂണിയൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സോഷ്യലിസമാണ്, സോഷ്യലിസ്റ്റ് ഭരണകൂടമാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഗാന്ധിജിയുടെ ശിഷ്യനാണ് എന്ന് അവകാശപ്പെടുമെങ്കിലും മക്കൾക്കൊക്കെ ഗാന്ധി എന്ന പേര് ഇട്ടുകൊടുത്തു എങ്കിലും
ഗാന്ധിയൻ ആദർശങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെതിരായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെയും പരിത്യജിച്ച് പാടെ ദൂരെ കളഞ്ഞതിന് ശേഷം ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത് റഷ്യൻ മോഡൽ, സോവിയറ്റ് യൂണിയന്റെ മോഡലിലുള്ള പഞ്ചവത്സര പദ്ധതികളും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത സോഷ്യലിസവുമാണ് കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു രൂപം എന്ന നിലയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്ത് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരേ പ്രത്യയശാസ്ത്രത്തെ രണ്ട് പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്നും ഭരണത്തിലേറാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഇതിനിടയിൽ ഇത് രണ്ടും ഭാരതത്തിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആരും തന്നെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. കമ്മ്യൂണിസം എന്തുകൊണ്ട് ഭാരതത്തിൽ പരാജയപ്പെട്ടു? സോഷ്യലിസം എന്തുകൊണ്ട് ഭാരതത്തിൽ പരാജയപ്പെട്ടു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കോൺഗ്രസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കാരണം അവർ രണ്ടുപേരും പിന്തുടരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് ഈ ഭാരതത്തിന്റെ മണ്ണ്, ഭാരതത്തിന്റെ ആത്മാവ്, ഭാരതത്തിന്റെ സംസ്കാരം ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഒരു കാലത്ത് ലോകത്ത് 46 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 46-ൽ 41 പോയിട്ട് 5 ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ രാജ്യമായ ചൈന കമ്മ്യൂണിസം പാടെ ഉപേക്ഷിച്ച് മുതലാളിത്തം സ്വീകരിച്ച് ചുമന്ന കൊടിയും ഏകാധിപത്യവും മാത്രം കമ്മ്യൂണിസത്തിൻ്റെതായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ്. എന്നാൽ കോൺഗ്രസോ, ഈ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നമ്മളൊന്ന് നോക്കൂ. അത് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്നാണ് രജിസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു ഡൈനാസ്റ്റി സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ഡൈനാസ്റ്റി സിസ്റ്റം? രാജഭരണത്തിന്റെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുകയാണ്. അതായത് ഭാരതം, രാമായണം എന്നൊക്കെ പറയുന്ന രണ്ട് ഇതിഹാസങ്ങൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാര വിശേഷത്തിന്റെ രണ്ട് ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചു പഠിച്ചതൊക്കെ രാജാക്കന്മാര്, ചക്രവർത്തിമാര്, അവരുടെ മക്കള് ഇങ്ങനെ ചക്രവർത്തിയായി ഭരണം നടത്തുന്നു. ഈ ഒരു സംസ്കാര വിശേഷത്തെ മുതലെടുത്തുകൊണ്ട് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്നതായ പേര് ഗാന്ധിജി, സ്വാതന്ത്ര്യത്തിന് ശേഷം. ആ പേര് നെഹ്റു കുടുംബം തന്ത്രപൂർവ്വം തട്ടിയെടുത്ത് നെഹ്റുവിന്റെ മക്കൾക്കെല്ലാം ചാർത്തിക്കൊടുത്ത് സന്തതി പരമ്പരകൾ ഇന്നത് ഉപയോഗിച്ചു വരികയാണ്. അതെന്തുമാവട്ടെ, അത് അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം. നമ്മൾ അതിനെ എതിർക്കേണ്ടതില്ല. എന്നാൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പാർട്ടി രാജഭരണ സംവിധാനം പോലെ പ്രവർത്തിക്കുമ്പോൾ അവർ പറയുന്ന സോഷ്യലിസം എന്താ? അതായത് ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം പാർട്ടി പ്രസിഡന്റ് ഉണ്ടാകാൻ പാടുള്ളൂ, ആ കുടുംബത്തിലുള്ളവർ മാത്രമേ പ്രധാനമന്ത്രിയാകാൻ പാടുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുകയും അവര് ഞങ്ങൾക്ക് ഈ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കാതെ പുറകെ നടന്ന് കെട്ടിയേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രവും പരിഹാസ്യവുമായ കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും പ്രസിഡന്റ് ഇല്ല. പ്രസിഡന്റ് ഇൻചാർജ്, വർക്കിംഗ് പ്രസിഡന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. പ്രസിഡന്റ് ഇല്ല. രാഹുൽ ഗാന്ധിക്ക് പ്രസിഡന്റ് ആകാൻ കഴിയില്ല, സോണിയാഗാന്ധിക്ക് താല്പര്യമില്ല. എന്നാലും നിങ്ങൾ മതി. കാരണം ആ കുടുംബ മഹത്വം അതെന്തോ വലിയ മഹത്വമാണ് എന്നുള്ള മട്ടില് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ പരിപൂർണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ത് പ്രത്യയശാസ്ത്രമാണ്? അതെന്ത് സോഷ്യലിസമാണ്? എന്തായാലും സോഷ്യലിസം സ്വീകരിച്ച സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു അതിന്റെ പേര്. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ തന്നെ ആ സോഷ്യലിസം കൊണ്ട് പാടെ ഇല്ലാതായിപ്പോയി. അതിന്റെ പിന്നാലെ ലോകത്ത് 40 രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, കമ്മ്യൂണിസം ഉപേക്ഷിച്ച് സോഷ്യലിസം ഉപേക്ഷിച്ച് അവരവരുടെ രാജ്യങ്ങളുടെ ഭരണ സംവിധാനത്തിലേക്കും സംസ്കാരത്തിലേക്കും മടങ്ങിപ്പോയി. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കാര്യം ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതത്തിന് ഒരിക്കലും അനുയോജ്യമല്ല എന്ന് കാലഘട്ടം കൊണ്ട് തെളിയിച്ച രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് പരാജയപ്പെട്ട് പിൻവാങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ 60 പതിറ്റാണ്ടുകൾ, 60 വർഷങ്ങൾ, 6 പതിറ്റാണ്ടുകൾ ഭാരതം അടക്കി ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ സോഷ്യലിസം കൊണ്ട് ഭാരതത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ BJP വളരേണ്ട കാര്യമില്ല. BJP വരുമായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുമായിരുന്നില്ല.
ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വരെ എത്തിയ പാർട്ടിയാണ് AK ഗോപാലന്റെ ഒക്കെ കാലത്ത്. അതിനുശേഷം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും എത്രയോ പതിറ്റാണ്ടുകൾ അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ വലിയ വൻശക്തിയായിട്ട് വളർന്ന പാർട്ടിയാണ്. പക്ഷെ ഇന്നെവിടെ? ഇന്ന് കേരളത്തിൽ ഒരു തരി മാത്രമായിട്ട് അവശേഷിക്കുന്ന കനലായി ഇസ്ലാമിക തീവ്രവാദികളുടെ ചിറകിന്റെ അടിയിൽ അഭയം പ്രാപിച്ച് ജീവൻ രക്ഷിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കമ്മ്യൂണിസവും പരാജയപ്പെട്ടു. അപ്പോൾ ഭാരതത്തിൽ പരാജയപ്പെട്ട കമ്മ്യൂണിസം, പരാജയപ്പെട്ട സോഷ്യലിസം. അവിടെയാണ് BJP ഏകാത്മമാനവ ദർശനം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ സൂക്ഷ്മമായ തലത്തിൽ പോലും ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി ബൂത്ത് പ്രസിഡന്റിനെയും അതിനു മുകളിൽ മണ്ഡലം പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും സ്റ്റേറ്റ് പ്രസിഡന്റിനെയും അഖിലേന്ത്യാ പ്രസിഡന്റിനെയും കമ്മിറ്റി അംഗങ്ങളെയും മറ്റു ഭാരവാഹികളെയും കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടത്തി മാറ്റി 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 പ്രതിഷ്ഠിക്കുമ്പോഴും പാർട്ടിക്ക് വളർച്ച വളർച്ച മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ സ്ഥിരമായിട്ടിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോയിലും പാർട്ടി സെക്രട്ടറി പദവിയിലും ഒക്കെ. വീണ്ടും വീണ്ടും അവരെ തന്നെ തിരഞ്ഞെടുക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റം വരുത്തും. അതിൽ കൂടുതലൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയിലെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് രാജഭരണ സംവിധാനമാണ്. നെഹ്റു കുടുംബത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്ന് പേരിട്ട് വിളിക്കുന്ന നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് അധികാരം കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള രാജഭരണ സംസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഏകാത്മമാനവ ദർശനം കൃത്യമായ രീതിയിൽ ജനാധിപത്യത്തെ അംഗീകരിച്ചും ബഹുമാനിച്ചും മാനിച്ചും ഇടവേളകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തി അത് രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിനെ അറിയിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയായി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടിയുമായി നിലകൊള്ളുന്നു. എന്താണ് BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായ ഈ ഏകാത്മമാനവ ദർശനത്തിന്റെ പ്രത്യേകത? കമ്മ്യൂണിസം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ട് വർഗങ്ങളെയാണ് കാണിക്കുന്നത്: തൊഴിലാളി വർഗം, മുതലാളി വർഗം. തൊഴിലാളി വർഗത്തിന് മുതലാളി വർഗത്തെ അംഗീകരിക്കാൻ ഒരു കാലത്ത് സാധ്യമല്ല. വർഗശത്രു എന്നാണ് മുതൽ മുടക്കുന്നവനെ വിളിക്കുക. ആരെങ്കിലും ഒരു സംരംഭകനായി മുതൽ മുടക്കുന്നവനായി കടന്നു വന്നാൽ അവനെ ആത്മഹത്യ ചെയ്യിക്കുക, അവനെ ഇല്ലായ്മ ചെയ്യുക. അതാണ് ജനാധിപത്യ രാജ്യത്ത് ചെയ്യുക. നേരെ മറിച്ച് കമ്മ്യൂണിസം ഉണ്ടായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എന്താ ചെയ്തത്? അവനെ കൊന്നുകളയുക. ഉന്മൂലന സിദ്ധാന്തം അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ചൈനയിൽ നിന്നിപ്പോ എന്താ കൊല്ലാത്തതെന്ന് ചോദിച്ചാൽ ചൈന കമ്മ്യൂണിസം ഇല്ല. ലോകം മുഴുവൻ കമ്മ്യൂണിസം തകർന്നു വീണപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി കമ്മ്യൂണിസം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ചൈനയും തകർന്നു വീഴും. അതുകൊണ്ട് അവർ തന്ത്രപരമായി മാറി. എന്നിട്ട് അവര് മുതലാളിത്തത്തെ, ക്യാപിറ്റലിസത്തെ ചൈനയിൽ പ്രതിഷ്ഠിക്കുകയും തെരഞ്ഞെടുപ്പുകൾ നിരോധിക്കുകയും ചെയ്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു മുതലാളിത്തത്തെ പ്രതിഷ്ഠിച്ചു. അവിടെ മുതലാളിമാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയെയും ഭരണകൂടത്തെയും ഭയപ്പെടാതെ ബിസിനസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ക്യാപിറ്റലിസത്തെ ചുവന്ന തുണിയിൽ പൊതിഞ്ഞു കാണിക്കുന്നതാണ് ചൈനയുടെ ഇന്നത്തെ കമ്മ്യൂണിസം. അപ്പോൾ കമ്മ്യൂണിസവും ലോകരാജ്യങ്ങളിൽ ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇവിടെ ഏകാത്മ മാനവ ദർശനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏകാത്മ മാനവ ദർശനം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇസമല്ല, ദർശനമാണ്. എന്താണ് ഇസവും ദർശനവും തമ്മിലുള്ള വ്യത്യാസം? ഇസം എന്ന് പറഞ്ഞാൽ ഒരു ശത്രു വേണം. ആർക്കെങ്കിലും എതിരെ ഒരാളെ കണ്ടുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെതിരെ പോരാടുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകരെ സൃഷ്ടിക്കുന്നതാണ് ഇസം. കമ്മ്യൂണിസത്തിന് ഒരു ശത്രു വേണം, അത് മുതലാളിത്തം. സോഷ്യലിസത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ശൈലിയുണ്ട്, അത് എല്ലാ പൊതു ഉടമയിലായിരിക്കണം. എല്ലാം പൊതു ഉടമയിലായിരിക്കണം. പൊതു ഉടമ സംവിധാനം അല്ലാത്തതിനെല്ലാം അതിൽ എതിർക്കും. അതായത് സ്വകാര്യ മേഖല എതിർക്കപ്പെടേണ്ടതാണ്, മുതലാളിമാര് എതിർക്കപ്പെടേണ്ടതാണ്, സംരംഭകര് എതിർക്കപ്പെടേണ്ടതാണ്, മുതൽ മുടക്കുന്നവൻ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അതേ മനോഭാവമാണ് സോഷ്യലിസത്തിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യലിസത്തില് എല്ലാം സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായിരിക്കണം, രാജ്യത്തിന്റെ ഉടമസ്ഥതയിലായിരിക്കണം, എല്ലാം പൊതുമേഖല മതി. ഇതാണ് സോഷ്യലിസം. ആ പൊതുമേഖലയിലൂടെ കാര്യമെല്ലാം ചെയ്ത് എല്ലാവരിലേക്കും സർവീസും സമ്പത്തും എത്തിക്കാൻ കഴിയും എന്നുള്ള ആ ധാരണ ലോകമെമ്പാടും പരാജയപ്പെട്ടു, ഭാരതത്തിലും പരാജയപ്പെട്ടു. എന്നിട്ടും അതാണ് ശരി എന്ന് മുറുകെ പിടിക്കുന്നതാണ് സോഷ്യലിസം.
അപ്പോൾ ഏകാത്മമാനവ ദർശനമോ? ഏകാത്മമാനവ ദർശനം രണ്ട് എന്ന് സമൂഹത്തെ വേർതിരിക്കുന്നില്ല. മുതലാളി തൊഴിലാളി എന്നോ അല്ലെങ്കിൽ പൊതു ഉടമ അതല്ലെങ്കിൽ സ്വകാര്യ ഉടമ അങ്ങനെയോ ഒന്നും വേർതിരിക്കുന്നില്ല. മറിച്ച് എല്ലാം ഈ രാജ്യത്ത് ആവശ്യമാണ്. ഒരു വ്യക്തി വളർന്ന് കുടുംബമാകുന്നു. വ്യക്തിയേക്കാൾ വലിയ രൂപം കുടുംബം, കുടുംബത്തെക്കാൾ വലിയ രൂപം സമൂഹം, സമൂഹത്തെക്കാൾ വലിയ രൂപം രാജ്യം, രാജ്യത്തെക്കാൾ വലിയ രൂപം രാഷ്ട്രം, രാഷ്ട്രത്തെക്കാൾ വലുത് ലോകം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ഏകാത്മതയുടെ കാഴ്ചപ്പാടിനെയാണ് ഏകാത്മ ദർശനം. മാനവ ദർശനം എന്ന് പറയുമ്പോൾ ഇത് മാനവരാശിയുടെ സമുദ്ധാരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഏകാത്മ മാനവ ദർശനം എന്നതിന് പേരിട്ടു. എന്നാൽ മനുഷ്യനെ കുറിച്ച് മാത്രമല്ല, പ്രകൃതിയെ കുറിച്ചും മറ്റ് ജീവജാലങ്ങളെ കുറിച്ചും എല്ലാം സമഗ്രമായ കാഴ്ചപ്പാട് സമ്പൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഏകാത്മമാനവ ദർശനം. അപ്പോൾ ഈ ഏകാത്മമാനവ ദർശനത്തില് മുതൽ മുടക്കുന്നവനും സമൂഹത്തിൽ വേണം, മുതലാളി വേണം, തൊഴിലാളി വേണം, സംരംഭകൻ വേണം, മധ്യ വിഭാഗത്തിലുള്ളവർ വേണം, കച്ചവടക്കാർ വേണം, വിദ്യാർത്ഥി വേണം, തൊഴിലാളി വേണം, എല്ലാവരും വേണം. ആരെയും ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇവരെല്ലാവരും രാഷ്ട്രമെന്ന് പറയുന്ന പരമമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ പരമവൈഭവം എന്ന് പറഞ്ഞാൽ എന്താ? പരമവൈഭവം, സമ്പൂർണമായിട്ടുള്ള വികാസം. അതിനുവേണ്ടി എന്താ വേണ്ടത്? അന്ത്യോദയ എന്ന കാഴ്ചപ്പാടിലാണ്. എന്താണ് അന്ത്യോദയ? ഏകാത്മമാനവ ദർശനം പറയുന്നു, ഒരു സമൂഹത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയിൽ നിൽക്കുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ചങ്ങല എന്ന് സങ്കല്പിച്ചാൽ അതിന്റെ അവസാനത്തെ വ്യക്തി, സാമ്പത്തികം കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ, മറ്റെല്ലാ വിധത്തിലുമുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ ഏറ്റവും പുറകിലായി പോയ ആളിന്റെയും വികസനം, ഉദയം, സമുദ്ധാരണം, അന്ത്യോദയ, അന്ത്യത്തിൽ നിൽക്കുന്നവന്റെയും ഉദയം. അതാണ് ഏകാത്മമാനവ ദർശനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ആരെയും ശത്രുവായി പ്രഖ്യാപിക്കാതെ, എതിരാളിയായി പ്രഖ്യാപിക്കാതെ, ആരോടും യുദ്ധം ചെയ്യാതെ, ആരുടെയും ഉന്മൂലനം നടത്താതെ, തലവെട്ടി കൊന്നുകളയാതെ, പിടിച്ച് ജയിലിലിടാതെ, നിരോധിക്കാതെ എല്ലാവരെയും വികസിപ്പിച്ച് സംയോജിപ്പിച്ചു കൊണ്ടുവരിക. അതിനെ ശക്തമായ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് ജീവിക്കാൻ സമൂഹത്തിന്റെ ഭാഗമായി അംഗീകരിക്കാനുള്ള കാഴ്ചപ്പാടിനെയാണ് ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഏകാത്മമാനവ ദർശനത്തില് മുതലാളിമാർ വേണം, തൊഴിലാളികൾ വേണം, മധ്യവിഭാഗക്കാർ വേണം, കർഷകർ വേണം, എല്ലാവർക്കും അവരവരുടേതായ മേഖലയിൽ വളർച്ച, വികാസം, പുരോഗതി ഇതുണ്ടാവുകയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക? കമ്മ്യൂണിസത്തിന് സാധിക്കില്ല, സോഷ്യലിസത്തിന് സാധിക്കില്ല, ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്ത സംവിധാനത്തിനും സാധിക്കില്ല. പക്ഷെ ഏകാത്മമാനവൻ, എല്ലാവരും ഒന്നാണ് എന്ന കാഴ്ചപ്പാടുള്ളവർക്ക് ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് ഭാരതത്തിന്റെ ദർശനം. ആ ഭാരതീയ ദർശനത്തിലാണ് ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ രൂപീകരിച്ച് എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനസംഘവും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും പ്രവർത്തിക്കുന്നതും വളരുന്നതും വികസിക്കുന്നതും. അപ്പോൾ ഈ ഏകാത്മമാനവ ദർശനത്തെ രൂപപ്പെടുത്തിയ ആ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ നല്ല ഒരു ദാർശനികനുമായിരുന്നു, ഒപ്പം നല്ല ഒരു സംഘാടകനുമായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം തുടങ്ങി. അതിനുശേഷം 67 അദ്ദേഹം പ്രസിഡന്റായി, 68 കൊല്ലപ്പെടുന്നു. പക്ഷേ ഇന്നും ആ പ്രസ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി, ബഹുജന പ്രസ്ഥാനമായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണപ്രദേശങ്ങളും ഭരിക്കുന്ന പാർട്ടിയായി, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, MP-മാരുള്ള, മുഖ്യമന്ത്രിമാരുള്ള, മന്ത്രിമാരുള്ള പാർട്ടിയായി ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭാരതത്തെ സമഗ്രമായി ഉൾക്കൊള്ളാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രതിയോഗികൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും മീഡിയയും ബുദ്ധിജീവികളും അതുപോലെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ NGOs എന്നൊക്കെ പറയുന്ന വിദേശ ഫണ്ട് പറ്റുന്ന സംഘടനകളും എന്തൊക്കെ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഏകാത്മമാനവ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരാൻ കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, ഏകാത്മമാനവ ദർശനം ഈ രാജ്യത്തിന് അനുയോജ്യമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വേർതിരിക്കാതെ, ഹിന്ദു, ക്രിസ്ത്യൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എന്നൊന്നും വേർതിരിക്കാതെ എല്ലാ മതങ്ങളെയും, ജാതികളെയും, രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ സാമ്പത്തിക സ്ഥിതിയിലുള്ള ആൾക്കാരെയും
ഒരേപോലെ ഈ രാഷ്ട്രത്തിന്റെ മാതാവിന്റെ ഭാരതമാതാവിന്റെ മക്കളാണ് എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ തിരിച്ച് എല്ലാവരും അങ്ങനെ കാണുന്നുണ്ട് എന്ന അഭിപ്രായമില്ല. എതിർക്കുന്നവരുണ്ട്, പക്ഷേ എതിർപ്പ് കുറഞ്ഞു വരികയാണ്. എതിർത്തിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഇന്ന് BJP അധികാരത്തിലേക്ക് വരികയാണ്. അപ്പൊ എതിർത്തിരുന്ന ജനവിഭാഗങ്ങളൊക്കെ ഇന്ന് BJPയിലേക്ക് വരികയാണ്. BJPക്ക് ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ ശത്രുക്കളില്ല, അതാണ് BJPയുടെ പ്രത്യേകത. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പറഞ്ഞ് ചിലരെ പ്രതിഷ്ഠിക്കാറുണ്ട്. പക്ഷെ BJP പറയുന്നു ശത്രുവില്ല. ഇന്ന് BJPയിലുള്ളവരും നാളെ BJPയിലേക്ക് വരേണ്ടവരും, അത്രേ ഉള്ളൂ. ഇപ്പോ നമുക്ക് പശ്ചിമ ബംഗാളിൽ നോക്കിയാൽ അറിയാം, CPIMന്റെ MLA-മാരായിരുന്ന 25 പേര് ഇന്ന് BJPയുടെ MLA-മാരാ. അവരെ ശത്രുവായിട്ട് കണ്ടില്ല, അവരെ എതിർത്തില്ല, അവരെ BJPയിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. ത്രിപുരയിൽ ഇത് തന്നെയാണ്, നാളെ കേരളത്തിൽ ഇത് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കാരണം? ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നില്ല, മറിച്ച് രാഷ്ട്രീയ പ്രതിയോഗിയാണ്. നാളെ അവർ സഹയോഗിയായി മാറിയേക്കാം. അതിനുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ എല്ലാവരെയും ഒന്നായി കാണാനുള്ള ആ കാഴ്ചപ്പാടിനാണ് ഏകാത്മമാനവ ദർശനം എന്ന് പറയുക. അപ്പൊ മുതലാളിമാരെയോ? മുതലാളിമാർക്കും അവരവരുടേതായ ചുമതലയുണ്ട്. അവര് കൃത്യമായി ടാക്സ് കൊടുക്കണം. അവര് വെട്ടിപ്പും തട്ടിപ്പും നടത്തരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, 4-5 ടയർ കമ്പനികൾ ആവശ്യമില്ലാതെ വില കൂട്ടി ടയർ വിറ്റതിന്റെ ഫൈൻ അടപ്പിക്കാൻ BJP ഗവൺമെന്റിന് സാധിച്ചു. 1000 കോടി രൂപയാണ് ടയർ കമ്പനികളോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞതും അടപ്പിച്ചതും. അപ്പോ നമുക്ക് ഇത് സാധിക്കും BJPക്ക്. അതുപോലെ 10,000 കോടി രൂപ അംബാനി അടക്കമുള്ള വമ്പൻ മുതലാളിമാരെ കൊണ്ട് ഫൈൻ അടപ്പിച്ചു. അവർ ചെയ്ത തെറ്റിന് അവരോടൊപ്പം നിന്ന് സംരക്ഷിക്കുകയല്ല ചെയ്തത്. കോൺഗ്രസിനെ പോലെ കമ്മ്യൂണിസ്റ്റിനെ പോലെ ഫൈൻ അടപ്പിച്ചു, ശിക്ഷണ നടപടികളെടുത്തു. മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ രാജ്യത്തിനെതിരായിട്ട് നുണപ്രചരണം നടത്തി പാകിസ്ഥാനിലും അമേരിക്കയിലും ബ്രിട്ടനിലും പ്രചരിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വരെ ഭാരതത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാരണം കണ്ടപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനം ഇല്ലാതാവുന്നു. നമ്മൾ നേരിട്ട് കാണുക. അപ്പോൾ മുതലാളിയാണെങ്കിലും മീഡിയ ആണെങ്കിലും മതന്യൂനപക്ഷമാണെങ്കിലും ഏത് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചാലും നിയമത്തിന്റെ മുമ്പിൽ അവരൊക്കെ സമന്മാരാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ BJPക്ക് സാധിക്കുന്നത് ഏകാത്മമാനവ ദർശനത്തിൽ രാഷ്ട്രം പരമവൈഭവത്തിലെത്തണമെന്നുള്ള ലക്ഷ്യബോധമുള്ളതുകൊണ്ടും മനുഷ്യനേക്കാൾ വലുതാണ് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാട്. മതവും ജാതിയും അല്ലെങ്കിൽ രാഷ്ട്രീയവും രാഷ്ട്രത്തെക്കാൾ ചെറുതാണ് രാഷ്ട്രീയക്കാരനായ മനുഷ്യൻ, ജാതി ഉള്ള മനുഷ്യൻ, മതമുള്ള മനുഷ്യൻ. അതിനേക്കാൾ വലിയ മനുഷ്യനാണ് രാഷ്ട്രഭക്തിയുള്ള മനുഷ്യൻ എന്ന കാഴ്ചപ്പാട് ആണ് ഏകാത്മമാനവ ദർശനം ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ ഇത്രയും ചുരുക്കി ഈ സമയപരിമിതി കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്ന BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നിങ്ങൾ എല്ലാവരും പഠിക്കണം എന്നാണ് എന്റെ ഒരു വലിയ അഭ്യർത്ഥന. ഏകാത്മമാനവ ദർശനം എന്നുള്ള ആ ഒരു ഗ്രന്ഥം വാങ്ങി വായിക്കണം. ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ്. ഏകാത്മമാനവ ദർശനം രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി പുസ്തക രൂപത്തിലാക്കി ഭാരതത്തിന് സമർപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ 54-ാമത്തെ ബലിദാന ദിനമാണ്. ഈ ബലിദാന ദിനം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സമർപ്പണ നിധി പരിപാടി ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ എല്ലാ ബൂത്തുകളിലും ആചരിക്കുന്ന ഈ ദിവസം ഏകാത്മമാനവ ദർശനത്തെയും ആ ദർശനം നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി നൽകിയ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയെയും അദ്ദേഹത്തിന്റെ 54-ാമത്തെ ബലിദാന ദിനത്തിൽ അനുസ്മരിക്കാൻ എന്നോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും അപ്പുറം ഏകാത്മമാനവ ദർശനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അത് BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നും ആ BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വളർച്ചയുണ്ടാക്കാൻ സാധിക്കുന്നത് എന്നും സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഏകാത്മമാനവ ദർശനം പഠിക്കാനും അറിയാനും നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. 54-ാമത്തെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ബലിദാന ദിനത്തിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കൽ കൂടി സ്മരണാഞ്ജലികൾ അർപ്പിക്കാം. എല്ലാവർക്കും നമസ്തേ.